ഹലോ, അപ്പം നമ്മുടെ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്തേ. ചാപ്റ്റർ 4 പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ഒന്ന് നമുക്ക് പെട്ടെന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്താലോ, ഒരു വൺ ഷോട്ടിൽ നോക്കിയാലോ. പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്താണ്? ഡേറ്റ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ഓഫ് ഇൻഫോർമേഷൻ ഇൻ എ വേ that make it visually appealing and easy to understand for analysis. അതായത് നമുക്ക് വിഷ്വലായിട്ട്, അത് ഗ്രാഫുകളിലൂടെയോ ടേബിളിലൂടെയോ ടെക്സ്റ്റിലൂടെയോ നമുക്ക് വിഷ്വലി കാണുന്ന രീതിയിൽ നമ്മൾ കളക്ട് ചെയ്ത ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുകയും അതിനെ എന്താണ് ഈസിലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോമിലേക്ക് മാറ്റുന്നതിനെയാണ് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. പ്രസന്റേഷൻ ഓഫ് ഡേറ്റ 3 ടൈപ്പാണുള്ളത്: ടെക്സ്ച്വൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ, ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. എന്താണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ? എ മെത്തേഡ് ഓഫ് presenting data in simple languages using facts, figures and text descriptions. Facts and figures use ചെയ്ത്, ടെക്സ്റ്റ് യൂസ് ചെയ്ത്, നമ്പേഴ്സിൽ, വേർഡ്സിൽ, ഫാക്ട്സ്, ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുന്ന രീതിയാണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ലൈഫ് എക്സ്പെക്ടൻസി വാസ് ലോ as 32 years on the eve of Indian independence as compared to 67.24 years in 2021, which shows the lack of health care facilities in British period. അതായത് ബ്രിട്ടീഷ് കാലത്ത് ഇപ്പോഴത്തെ 2021 ലൈഫ് എക്സ്പെക്ടൻസിയെ കമ്പയർ ചെയ്തിട്ട് അതൊരു സെന്റൻസിൽ, അതൊരു വേർഡ്സിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിത്ത് നമ്പേഴ്സ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ടെക്സ്റ്റ് ആയിട്ട് ഡേറ്റാസിനെ അവതരിപ്പിക്കുന്ന ഒരു പ്രസന്റേഷൻ രീതിയാണ് ടെക്സ്ച്വൽ പ്രസന്റേഷൻ എന്ന് വിളിക്കുന്നത്. ടെക്സ്ച്വൽ പ്രസന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാബുലർ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റാസിനെ ടേബിൾ ഫോമിൽ, ഇപ്പൊ നമ്മൾ അപ്പുറത്ത് അവതരിപ്പിച്ച ഡേറ്റ എന്താണ്, ഇയർ വരുന്നത് ഫോർ എക്സാമ്പിൾ 1956, 2021, 1956 32, 2021 67.34. ഇതാണ് എന്താ, ലൈഫ് എക്സ്പെക്ടൻസി. ഇങ്ങനെ ടാബുലർ ഫോമിൽ അവതരിപ്പിക്കുന്നതാണ്, ടേബിൾ ഫോമിൽ അവതരിപ്പിക്കുന്നതിനെയാണ് എന്ത്, ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. എന്താണ്, ടാബുലേഷൻ എന്നും വിളിക്കും. ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡേറ്റാസിനെ ടാബുലേഷൻ എന്നും വിളിക്കും. എന്താണ്, ഡേറ്റാസിനെ റോസ് ആൻഡ് കോളം യൂസ് ചെയ്തുകൊണ്ട് സിസ്റ്റമാറ്റിക് രീതിയിൽ ഇൻഫോർമേഷൻ പ്രസന്റ് ചെയ്യുന്ന രീതി ആണ്. എങ്ങനെയൊക്കെയാണ് ടേബുലർ ഫോമിൽ അവതരിപ്പിക്കുന്നത്? ക്രോണോളജിക്കൽ, ജിയോഗ്രഫിക്കൽ, ക്വാണ്ടിറ്റേറ്റീവ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചില്ല. ചാപ്റ്റർ 3 പഠിച്ച കാര്യം തന്നെയാണ്. ക്രോണോളജിക്കൽ ടൈം ബേസിസ്, ജിയോഗ്രഫിക്കൽ ഏരിയ ബേസിസിൽ, ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് അതായത് ആട്രിബ്യൂട്ട്സിന്റെ ബേസിസിൽ, ക്വാണ്ടിറ്റേറ്റീവ്സ് വേരിയബിൾസ് ബേസിസിൽ ഡേറ്റാസിനെ പ്രസന്റ് ചെയ്യുന്ന രീതികളാണ് ടേബിൾ ഫോമില്. ഒരു ടേബിളിന്റെ പാർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ടേബിൾസിന്റെ ഫങ്ഷണൽ പാർട്സ്. ടേബിളിന്റെ ഒരു പാർട്സ് ഏതൊക്കെയാണ്, ടേബിളിന്റെ പാർട്സ് ഏതൊക്കെയാണെന്ന്. ഒരു ടേബിൾ ഉണ്ടായെങ്കിൽ ആ ടേബിളിന്റെ ഫസ്റ്റ് പാർട്ടാണ് ടേബിളിന്റെ നമ്പർ. ഒരു ടേബിളിന് നമ്പർ ഉണ്ടായിരിക്കും. നമ്മളിപ്പം ടെക്സ്റ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടേബിൾ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ട് താഴെ ടേബിൾ 2.6, അതിന്റെ അർത്ഥം എന്താണ്, രണ്ടാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ടേബിൾ എന്നാണ് അർത്ഥം. അങ്ങനെ ടേബിൾസിനൊക്കെ എന്തായിരിക്കും, ഒരു നമ്പർ കാണും. എന്താണ് ടൈറ്റിലുണ്ട്, ടേബിൾസിന് ടൈറ്റിലുണ്ട്. എന്ത് കണ്ടന്റ് ആണ് വന്നത്? ഫോർ എക്സാമ്പിൾ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഇന്ത്യ, ഇതായിരിക്കും ഹെഡിങ്. ഇങ്ങനെ ടേബിളിന് ഒരു ടൈറ്റിൽ കാണും. ടേബിൾ എന്താണ്, റോസ് ആൻഡ് കോളം കൊണ്ട് നിർമ്മിച്ചതല്ലേ? റോസ് ആൻഡ് കോളം, റോയും കോളമുണ്ട്. ഈ കോളത്തിന്റെ ഹെഡിങ്ങിനെ ക്യാപ്ഷനോ അല്ലെങ്കിൽ കോളം ഹെഡിങ് എന്നോ വിളിക്കും. റോ ഹെഡിങ്സിനെ റോ ഹെഡിങ് എന്നോ സ്റ്റബ്സ് എന്നോ വിളിക്കും. ബോഡി ഓഫ് ടേബിൾ, ഇതിനകത്തെ കണ്ടന്റുകൾ കാണുമല്ലോ, അതിനെന്ത് വിളിക്കും, ബോഡി ഓഫ് ടേബിൾ. ഇതിലെ മെഷർമെന്റ്, നമ്മൾ എന്താണ് മെഷർമെന്റ് പറയുന്നത്? യൂണിറ്റ്സ്, ചിലപ്പോൾ മീറ്റേഴ്സ് ആയിരിക്കാം, കിലോഗ്രാം ആയിരിക്കാം, അല്ലെങ്കിൽ റുപ്പീസ് ആയിരിക്കാം. പല രീതിയിലുള്ള മെഷർമെന്റ് ആയിരിക്കും ഇതിൽ ടേബിളിൽ നമ്പേഴ്സ് ആയിട്ടൊക്കെ കൊടുക്കുന്നത്. അതിന്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? സോഴ്സ്, ഇത് എവിടെ നിന്ന് കിട്ടി, ഇൻഫർമേഷൻ എവിടെ നിന്ന് കളക്ട് ചെയ്ത്, അതിന്റെ സോഴ്സ്. നോട്ട്സ്, എന്തെങ്കിലും അഡീഷണൽ നോട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ നോട്ട്സും ആ ഒരു ടേബിളിന്റെ പാർട്സ് ആയിട്ട് കാണുമേ. ഓക്കെ, നോക്കിയേ, ഒരു ടേബിൾ ഉണ്ട്. ടേബിൾ തന്നേക്കോ, അതിന്റെ നോക്കിയേ, ടേബിളിന്റെ നമ്പർ എന്താണ്, ടേബിൾ 4.5. ഒരു 4 എന്ന് പറഞ്ഞ സെക്ഷനിലെ 5ാമത്തെ ടേബിൾ എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ടൈറ്റിൽ ഉണ്ട്, പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ അക്കോർഡിംഗ് ടു ദ വർക്കേഴ്സ് ആൻഡ് നോൺ വർക്കേഴ്സ് ബൈ ജെൻഡർ ആൻഡ് ലൊക്കേഷൻസ്. ടൈറ്റിൽ ഉണ്ടായിരിക്കും. ഓരോ ലൊക്കേഷൻ, ജെൻഡർ, വർക്കേഴ്സ്, നോൺ വർക്കർ, ടോട്ടൽ, അങ്ങനെയുള്ള കോളം ഉണ്ട് അല്ലെ. കോളത്തിന് ഒരു ഹെഡിങ് ഉണ്ട്, ദാറ്റ് ഈസ് കോളം ഹെഡിങ് ഓർ ക്യാപ്ഷൻസ്. റോസ് ഉണ്ട്, റൂറൽ, ഏർബൻ എന്ന് പറഞ്ഞ റോസ് ഉണ്ട്. അതിനാണ് സ്റ്റബ്സ് അല്ലെങ്കിൽ റോ ഹെഡിങ് എന്ന് വിളിക്കും. ഇത് എവിടെ നിന്ന് കളക്ട് ചെയ്ത ഡേറ്റയാണ്? 2001 സെൻസസിൽ നിന്ന് എടുത്ത ഡേറ്റയാണ്. അതുകൊണ്ട് സോഴ്സ് നോട്ട് കൊടുത്തു, എവിടെ നിന്ന് എടുത്ത സോഴ്സ് ആണ്. ഫുട് നോട്ട് അല്ലെങ്കിൽ വെറും നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും അഡീഷണൽ ഇൻഫോർമേഷൻസ് ഉണ്ടോന്ന്. ഫിഗേഴ്സ് ആർ റൗണ്ടഡ് ടു നിയറസ്റ്റ് സ്കോർ. ഫിഗേഴ്സിനെ തൊട്ടടുത്ത കോഡികളിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. അതായത് ഡെസിമൽ ഫോംസ് അവതരിപ്പിക്കാതെ തൊട്ടടുത്തുള്ള നമ്പേഴ്സിലേക്ക്, അതായത് 0.5 താഴെയുള്ളതിനെ
താഴോട്ട് എന്താണ് ഇപ്പം 17.5 മേലോട്ട് എന്തെങ്കിലും വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, അത് 18 ആയി. 17.5 താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതെല്ലാം 17 ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇതിനകത്തെ കണ്ടന്റ്സ് ആണ് ബോഡി ഓഫ് ടേബിൾ. പിന്നെ ഇതിൽ 17, 13 എന്നൊക്കെ കൊടുത്തിരിക്കുന്നത് എന്താണ്, കോഡികളാണ്. 17 കോടി എന്നാണ് വായിക്കേണ്ടത്, അല്ല വെറും 17 അല്ല, യൂണിറ്റ്സ്. ഇതാണ് ഒരു ടേബിളിന്റെ പാർട്സ്. എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ടേബിളിന്റെ പാർട്സ്. ഓക്കെ, ടാബുലർ പ്രസന്റേഷൻ കഴിഞ്ഞു, ടെക്സ്ച്വൽ പ്രസന്റേഷൻ കഴിഞ്ഞു. അടുത്ത പ്രസന്റേഷൻ ഓഫ് ഡേറ്റ രീതി ഏതാണ്, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റാസിനെ ഡയഗ്രാം യൂസ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നു. ടേബിൾസിനെക്കാട്ടിലും ടെക്സ്ച്വലിനെക്കാട്ടിലും മോർ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ. ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡേറ്റ ക്വിക്കായിട്ട് ഇൻഫോർമേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നു. ജിയോമെട്രിക്, ഫ്രീക്വൻസി ഡയഗ്രാം, അരിത്മെറ്റിക് ലൈൻ ഗ്രാഫ്, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും. ജിയോമെട്രിക് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, അരിത്മെറ്റിക് ഉണ്ട്. ജിയോമെട്രിക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പോണന്റ് ബാർ ഡയഗ്രാം, പൈ ചാർട്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. മോസ്റ്റ്ലി ചോദിക്കുന്ന പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ്. പൈ ഡയഗ്രാം വരയ്ക്കാനായിട്ടാണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. പൈ ഡയഗ്രാം വരയ്ക്കാൻ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഒരു സ്കൂളിലെ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലെ സ്റ്റുഡൻസിന്റെ ഡേറ്റാസ് വന്നിട്ടുണ്ട്. എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ഇവിടെ ഒരു 100 സ്റ്റുഡൻസ്, കൊമേഴ്സിൽ ഒരു 50 സ്റ്റുഡൻസ്, ഹ്യൂമാനിറ്റീസിൽ ഒരു 45 സ്റ്റുഡൻസ്, ഇത്രയും തന്നിട്ടുണ്ട്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസിലെ സ്റ്റുഡൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ഒരു പൈ ചാർട്ടായിട്ട് കാണിക്കാൻ പറയുന്നു. എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇവരുടെ ടോട്ടൽ കാണണം. പിന്നെന്താണ്, ടോട്ടൽ കാണുമ്പോൾ എത്രയാണ് വരുന്നത്, 195 എന്ന് വരും. സയൻസ് ഒരു സർക്കിളിന്റെ എത്ര പാർട്ടാണെന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെ ചെയ്യാം, 100 ഡിവൈഡഡ് ബൈ 195 ഇൻറ്റു 360. സർക്കിളിന്റെ റേഡിയസ്, ടോട്ടൽ റേഡിയസ് എത്രയാണ്, 360 ആണ് വരുന്നത്. 360 ചെയ്യുക. അടുത്തത് കൊമേഴ്സ് കാണാൻ 50 ബൈ 195 ഇൻറ്റു 360. ദെൻ 45 ഡിവൈഡഡ് ബൈ 195 ഇൻറ്റു 360. ഇങ്ങനെ ചെയ്തിട്ട് ഒരു ആംഗിൾസ് കിട്ടും, അത് സർക്കിളിനകത്ത് വരയ്ക്കുക. ഓക്കെ, സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ബാർസ്, ഈക്വൽ ലെങ്തിലുള്ള വെർട്ടിക്കൽ ബാർസ് യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നു. നോക്കിക്കേ സിമ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെയാണെന്ന്. ഓൾ ബാർ സ്റ്റാൻഡ്സ് ഓൺ എ സെയിം ബേസ് ലൈൻ. ഒരൊറ്റ ബേസിലാണ് ഈ എല്ലാ ബാറും ഉള്ളത്. ഓക്കെ, ഇവർ തമ്മിൽ എന്താണ്, ഒരു ഇന്റർവെൽ ഉണ്ട്. ഇവർ തമ്മിലൊരു ഇന്റർവെൽസ് ഉണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്, സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ ഒരു ഡയഗ്രാമേ ഉള്ളൂ. രണ്ട് വേരിയബിൾസ്, 1 or more വേരിയബിൾസ്, ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് എന്താണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ കാണിക്കുന്നു. കോമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്, ഒന്നിൽ കൂടുതൽ ഡേറ്റ ഉണ്ട്, ഒറ്റ ബാറിനെ തന്നെ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം കേട്ടോ. പൈ ചാർട്ട്, ഫ്രീക്വൻസി ഡയഗ്രാംസ്, ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്സ്, ഒജീവ്സ്, ഇങ്ങനെ രീതികളാണ് വരയ്ക്കുന്നത്. ഹിസ്റ്റോഗ്രാംസ്, ഫ്രീക്വൻസി പോളിഗൺ, ഫ്രീക്വൻസി കർവ്സ്, ഒജീവ്സ്. ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിമ്പിൾ ബാർ ഡയഗ്രാം ഒക്കെ പോലെയാണ്, പക്ഷെ അവർ തമ്മിൽ ഡിഫറൻസ് ഇല്ല. തൊട്ടടുത്തായിട്ട് വരുന്നതാണ് ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ. അവർ അടുത്തടുത്തായിട്ട് വരും. ഓക്കെ, ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഡേറ്റാസ് നമ്മൾ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് ഹിസ്റ്റോഗ്രാംസിന്റെ മിഡ് പോയിന്റുകൾ തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്യും. ഒരു ഗ്രാഫ്, ഹിസ്റ്റോഗ്രാമും അതിനകത്തൊരു ഗ്രാഫ് കൂടെ കാണും. അതാണ് ഫ്രീക്വൻസി പോളിഗൺ. ഈ ഗ്രാഫ് മാത്രം വരയ്ക്കുകയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും, നമ്മുടെ ഫ്രീക്വൻസി കർവ് എന്ന് വിളിക്കും. പിന്നെ ലെസ് ദാൻ ഒജീവോ, ഗ്രേറ്റർ ദാൻ ഒജീവോ. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വരയ്ക്കാനുള്ളത്. ഗ്രാഫ് വരയ്ക്കാൻ പഠിച്ചിട്ട് പോകണം. ഓൾറെഡി ഗ്രാഫ് വരയ്ക്കാനായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രാഫ് വരയ്ക്കാനായിട്ട് എനിക്ക് അറിയണം. പൈ ചാർട്ടാണ് മെയിൻലി, പൈ ചാർട്ട് വരയ്ക്കാൻ അറിയണം. പിന്നെ ഫ്രീക്വൻസി കർവ്സ് വരയ്ക്കാനായിട്ട് അറിയണം. ഫ്രീക്വൻസി കർവ് വരയ്ക്കാനായിട്ട് അറിയണം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻലി പഠിക്കാനുള്ള. പിന്നെ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ 5 മാർക്കിന് ചോദിക്കാം. ഈ ഒരു ടൈപ്സ് ഓഫ് ഡേറ്റ പ്രസന്റേഷൻ എന്താണെന്ന്. ഓക്കെ.